ഇതിൽ 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 മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ചയും ബി.ജെ.പിയും സമരമുഖത്താണെന്നത് പോട്ടെ, ഇവിടെ ഒരു തൊഴിൽ മേഖലയെ ബാധിക്കുന്ന ഏറ്റവും ക്രൂരമായ ചില വിവരങ്ങൾ 233 പേജ് സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. ആ മേഖലയ്ക്ക് നീതി വേണമെന്ന് സംസ്ഥാനം ഒന്നാകെ ആവശ്യപ്പെടുന്ന സമയമാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി പറയുന്ന മാധ്യമങ്ങളുടെ തീറ്റയാണ്, നിങ്ങൾ പണം ഉണ്ടാക്കൂ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം എന്താണ് വിവരക്കേട് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. കാര്യം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, ആ വാക്ക് നമ്മൾ ഉപയോഗിച്ചുകൂടാ. അത് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിപ്പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പോകുമ്പോൾ ഇത് ഏതോ സിനിമാ ഷൂട്ടിംഗ് എന്ന് ധരിച്ചു വെച്ച് ആക്ഷൻ കാണിക്കുകയാണ് സുരേഷ് ഗോപി. ഈ കേന്ദ്രമന്ത്രിക്ക് പറ്റുന്നത് എന്താണ് സൂരജ്? ഹാഷ്മി, തീർച്ചയായും രാവിലെ സുരേഷ് ഗോപി സംസാരിച്ചത് മുഴുവൻ നമ്മളോട് തന്നെയായിരുന്നു. ഞാനായിരുന്നു സുരേഷ് ഗോപിയോട് ആ സമയത്ത് ചോദ്യം ചോദിച്ചത്. ആ സമയത്താണ് പ്രകോപിതനായി സുരേഷ് ഗോപി പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് ഇത് തീറ്റയാണ്, നിങ്ങൾ അത് കൊണ്ടുപോയി വിൽക്കൂ എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി നമ്മളോടായിട്ടാണ് പറഞ്ഞത്. കൃത്യമായി പറഞ്ഞു. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് LDF-ന്റെ MLA പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സമയത്താണ് CPM മുകേഷ് MLA മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ BJP-യുടെ MP-യും കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരവുമായ സുരേഷ് ഗോപിയുടെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നത്. ആ സമയത്താണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്നത്. മുകേഷിനെതിരെ ഉള്ളത് ആരോപണം മാത്രമല്ലേ, കോടതിയിൽ പോകട്ടെ, കോടതി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം തുടർ ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിൽ ചില ആരോപണങ്ങൾ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ആരോപണം ഉന്നയിച്ചവർ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് നിങ്ങൾ വിറ്റ് കാശാക്കുക, ഇത് തീറ്റയാണ് മാധ്യമങ്ങൾക്ക് എന്ന് പ്രതികരണം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തുന്നത്. കൃത്യമായ നിലപാട് പാർട്ടിക്കുണ്ട്. അത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടെന്നുള്ളത് അവിടെ വെച്ച് K. സുരേന്ദ്രൻ പ്രഖ്യാപിക്കുന്നു. ആ തന്റെ നിലപാട് ഈ BJP പ്രവർത്തകർ അനുസരിക്കുന്നതാണ് സംഘടനാ ചട്ടമെന്നും പറയുന്നു. പക്ഷേ ചലച്ചിത്ര താരം എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കാം എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു അല്ല സൂരജ്, ഇപ്പൊ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി ഉത്തരവാദിത്തങ്ങൾ ധാർമ്മികമായും അല്ലാതെയും ഉത്തരവാദിത്തങ്ങൾ സുരേഷ് ഗോപിക്കുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു സമിതി കണ്ടെത്തിപ്പടിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ആരായുകയാണ്. അതാരായും കാര്യം അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 കേന്ദ്രമന്ത്രിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് മേത്തേക്ക് ചാടിക്കടിക്കുകയാണ്. അതിനുശേഷം പിന്നെയും ചോദിക്കുമ്പോൾ കയ്യാങ്കളിയിലേക്ക് പോവുകയാണ്. ഇത് BJP നേതൃത്വത്തിന് ഈ കേന്ദ്രമന്ത്രിക്ക് മുകളിൽ ഒരു നിയന്ത്രണവും ഇല്ല എന്നല്ലേ? അത് സംസ്ഥാന നേതൃത്വമാണെങ്കിലും കേന്ദ്ര നേതൃത്വമാണെങ്കിലും. സൂരജ്, തീർച്ചയായും ഹാഷ്മി, കടിഞ്ഞാൺ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിക്ക് മുകളിൽ BJPക്ക് കടിഞ്ഞാൺ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി BJP നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിനാകട്ടെ ജില്ലാ നേതൃത്വത്തിനാകട്ടെ സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നും സംഭവിച്ചത് അത് തന്നെയാണ്. ആദ്യ നിലപാട് തിരുത്തുന്നുണ്ടോ സുരേഷ് ഗോപി എന്നറിയാൻ വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ഈ രാമനിലയത്തിലെത്തി കാത്തുനിന്നത്. പക്ഷേ ഒരു പ്രകോപനവും ഇല്ലാതെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പ്രസ്താവനയോട് എന്താണ് ഒരു കേന്ദ്രമന്ത്രി അതോടൊപ്പം തന്നെ BJP-യുടെ MP ആയി ജയിച്ച സുരേഷ് ഗോപിയുടെ അഭിപ്രായം എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്താണ് കാറിൽ കയറുന്ന സമയത്ത് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആക്ഷൻ രംഗം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി കാറിനകത്തേക്ക് ഇടിച്ചു കയറുന്ന സുരേഷ് ഗോപിയെ കണ്ടത്. ഈ തള്ളി മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് പോയി, അതായത് താൻ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന റിയാലിറ്റിയിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ സുരേഷ് ഗോപി മടങ്ങിയെത്തുന്നു. ആ സമയത്ത് ഈ കയ്യേറ്റം ചെയ്തതിനു ശേഷം ആ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തി സുരേഷ് ഗോപി പറയുകയാണ്, എന്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്, അവിടെ ഒരു മൗലികാവകാശത്തിന്റെ എഡ്ജ് കുക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണ് പലപ്പോഴും ഈ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാറിനകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ, ഈ തള്ളി മാറ്റിയ മാധ്യമപ്രവർത്തകനല്ല, ഈ സുരേഷ് ഗോപി തള്ളി മാറ്റിയ മാധ്യമപ്രവർത്തകനല്ല, മറ്റൊരു മാധ്യമപ്രവർത്തകൻ കൃത്യമായി ചോദിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് അറിയേണ്ട വിഷയത്തിൽ ഒരു ജനപ്രതിനിധിയോടാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഈ മുൻവശത്തെ ഡോർ അടച്ചിട്ടില്ല, കൃത്യമായി നമ്മൾ കേട്ടതാണ്, സൗകര്യമില്ല, അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാനുള്ള കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് സൗകര്യമില്ല, അതായത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്ന് തന്നെ സുരേഷ് ഗോപി പറയുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി കാണിക്കുന്ന ആ ചാടിക്കയറ്റം, ആ പിടിച്ചുതള്ളൽ മാധ്യമങ്ങൾക്ക് നേരെയുള്ള പിടിച്ചുതള്ളലാണോ അതോ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ പിടിച്ചു തള്ളുകയാണോ അത് സൂരജ്?
അങ്ങനെ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹാഷ്മി. അതായത് സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് തങ്ങളുടെ നിലപാട് ഇതാണ്, പാർട്ടിയുടെ നിലപാട് ഇതാണ്, മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാടെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ച മണിക്കൂറുകൾ പോലും തികഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഇത്തരം ഒരു നിലപാടിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ അങ്ങോട്ടെത്തുന്നത്. സ്വാഭാവികമായും ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ കയ്യേറ്റത്തിന് ശ്രമിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം ഈ പാർട്ടി നിലപാടിനൊപ്പമല്ല സുരേഷ് ഗോപി എന്നുള്ളത് അടിവരയിട്ട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ നിലപാടിൽ എന്തെങ്കിലും തിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി സ്വാഭാവികമായും ആ നിലപാട് തിരുത്തേണ്ടതായിരുന്നു. പക്ഷേ അതിനു പകരം മാധ്യമപ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനാകുന്നു എന്നതിനപ്പുറത്തേക്ക് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതും ഒരു കേന്ദ്രമന്ത്രിയുടെ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ നാടിനെ തന്നെ, നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു നടപടിയായി മാറുന്നു ഹാഷ്മി. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാവിലെ പോലും അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ. ഇന്ന് രാവിലെ ഒല്ലൂർ പള്ളിയിലെത്തി അദ്ദേഹം മടങ്ങുന്ന സമയത്താണ്, അദ്ദേഹം വരുന്ന സമയത്ത് നമ്മൾ പ്രതികരണം ചോദിക്കുന്നില്ല, തിരിച്ചും അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഞാനാണ് പ്രതികരണം തേടുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു നിലപാട് CPM എടുക്കുന്നു. ഒരു കേന്ദ്രമന്ത്രി BJP MP എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ മുകേഷിനെ ഈ പറയുന്ന MLA സ്ഥാനത്ത് മാറ്റി നിർത്തൽ മാത്രമല്ല ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ടാവുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആ മേഖലയിൽ ബന്ധപ്പെട്ട WCC അടക്കമുള്ള എല്ലാവരും അവരുടെ നിലപാട് കൃത്യമായി തന്നെ പറയുന്നു. പാർട്ടിക്കുള്ളിൽ പോലും അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ LDF-നുള്ളിൽ പോലും മുകേഷിനെ മാറ്റി നിർത്തണം എന്നുള്ള നിലപാടുകൾ സജീവമായി നിൽക്കുമ്പോഴാണ് മുകേഷിന് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ഏകോദര സഹോദരൻ എന്ന മട്ടിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഒരുപക്ഷെ സഹപ്രവർത്തക സ്നേഹമായിരിക്കാം. പക്ഷേ മുകേഷിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നു, അത് ആരോപണങ്ങൾ തന്നെയാണ്. പക്ഷേ അത് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ്. ഒന്നല്ല പലയാവർത്തിയുള്ള ആരോപണങ്ങൾ പല കോണിൽ നിന്ന് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു കേന്ദ്രമന്ത്രിയും എല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന ഇടം, തൊഴിലിടം എന്നുള്ള മലയാള സിനിമ മേലെ സുരേഷ് ഗോപിയുടെ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിൽ കൂടിയും അതിൽ നടക്കുന്ന എല്ലാ നെറുകേടുകളെയും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിനെ കണ്ണടച്ച് പറയുക, ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന് മാധ്യമങ്ങളെ പറയുക. ഓർത്തു നോക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഏതെങ്കിലും സുരേഷ് ഗോപിയുടെ, ഏതെങ്കിലും പൃഥ്വിരാജിൻ്റെയോ, ഏതെങ്കിലും അമ്മയുടെയോ, ഏതെങ്കിലും ഫെഫ്കയുടെയോ ഇടപെടലോ ശ്രമപ്രകാരവുമല്ല. അത് മാധ്യമപ്രവർത്തകരുടെ നിരന്തരമുള്ള വിവരാവകാശ രേഖകൾ പ്രകാരം നിരന്തരമുള്ള പോരാട്ടങ്ങൾ കൊണ്ടുകൂടിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ആ ഒരു തൊഴിൽ മേഖലയിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത രീതിയിലുള്ള സ്ത്രീ വേട്ടയുടെ വിവരങ്ങളാണ് 233 പേജുകൾ പുറത്തേക്ക് വരുന്നത്. മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അതല്ലാതെ സർക്കാർ സ്വമേധ അത് പുറത്തുവിടുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അത് പിന്നീട് കോടതിയിലേക്ക് എത്തുന്നത് പിന്നീടാണ്. ഇതിന് ആദ്യ സ്റ്റെപ്പ് സ്വീകരിക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ചുരുക്ക് സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രിക്ക് നിരക്കാത്ത ഭാഷയിൽ, നിരക്കാത്ത വാക്കുകളിൽ സുരേഷ് ഗോപി പറഞ്ഞു. അത് പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കാൻ പോകുന്നത് അത് BJP സംസ്ഥാന അധ്യക്ഷൻ അത് BJPയുടെ നിലപാടല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വിജയകുമാർ കുറിച്ചിരുന്നു. വിജയകുമാർ, അപ്പോൾ K. സുരേന്ദ്രൻ്റെ ആ നിലപാട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒരു മാധ്യമപ്രവർത്തനെ പിടിച്ച് തള്ളുകയാണ് സിനിമാറ്റിക് രീതിയിൽ. അത് ഏതോ ഷൂട്ടിംഗ് സൈറ്റിൽ പെരുമാറുന്ന മട്ടിലൊക്കെ പെരുമാറുകയാണ്. അപ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ ഈ BJP കേന്ദ്രമന്ത്രിയിന്മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നതല്ലേ വ്യക്തമാക്കുന്നത് വിജയകുമാർ? ഹാഷ്മി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു പൊതുവേദിയിൽ ഇപ്പോൾ ഫിലിം ചേംബർ നൽകിയ സ്വീകരണത്തിനിടയിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് നമ്മൾ കേട്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ തുടങ്ങാൻ പോവുകയാണ്. 22 സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അമിത്ഷാ അതിനുള്ള അതിന് അനുമതി ആവശ്യപ്പെട്ട് ഒരു കത്ത് കൊടുത്തു. അമിത്ഷാ കത്തെടുത്ത് നേരെ അങ്ങോട്ട് മാറ്റിയിട്ടു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അഭിനയിക്കാൻ തുടങ്ങുകയാണ്, അവിടെ 2 ജീവനക്കാരെ ഉദ്യോഗസ്ഥരെയൊക്കെ വെച്ച് സിനിമാ സെറ്റ് ഒരു മന്ത്രിയുടെ ഓഫീസ് എന്ന മട്ടിലൊക്കെ മാറ്റുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. അതിനിടയിൽ അവസാനം അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ അതിന് സിനിമാ അഭിനയത്തിൻ്റെ പേരിൽ ആ കേന്ദ്രമന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ രക്ഷപ്പെട്ടു. ഇതാണ് തൃശ്ശൂരിലെ ജനപ്രതിനിധി BJPയുടെ ഒരു കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി പദവിയെപ്പറ്റി അദ്ദേഹം തന്നെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരാളിനോടാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിച്ചു, അതാണ് അദ്ദേഹം വലിയ കുറ്റമായി കണ്ടത്. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ മുകേഷിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ മുകേഷിനെ എതിരെ ആരോപണങ്ങൾ എന്ന് വെച്ചാൽ ഒരാളല്ല, ഒന്നിലധികം ആളുകൾ സമാനമായ ആരോപണങ്ങൾ, 2 or 3 ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വന്നു. അതിലിപ്പോൾ ഒരെണ്ണം പോലീസിന് മുന്നിൽ ഒരു കംപ്ലൈൻ്റായി
ഒരു സ്ഥലവും കാലവും സമയവും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു കംപ്ലൈൻറ്റായി എത്തിയിട്ടുണ്ട്. മറ്റ് 2 ആരോപണങ്ങൾ നമ്മളുടെ മുന്നിൽ സജീവ ചർച്ചയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അക്കാര്യത്തിലൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു കേന്ദ്രമന്ത്രി, ഒരു ഭരണഘടനാ ചുമതലയിലൊക്കെ ഇരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലാണ് പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അതല്ല ഞങ്ങളുടെ നിലപാട്, അത് ആ പാർട്ടിയുടെ നിലപാട് അതല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പാർട്ടിയുടെ നിലപാട് പാർട്ടി അധ്യക്ഷനാണ് പറയുന്നത്. സമരം തുടരും. സുരേഷ് ഗോപി മുകേഷ് ഇപ്പം വേണമെങ്കിൽ മമ്മൂട്ടി എടുത്ത മോഹൻലാൽ തൊക്കെ പോയി ചോദിക്കാം. ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ല. സുരേഷ് ഗോപി എടുത്ത് അല്ലെങ്കിൽ ജയറാം, കുഞ്ച, എത്ര നടന്മാരുണ്ടെന്ന് മലയാള സിനിമയിൽ ആരുടെ അടുത്തേക്ക് പോകുന്നില്ലല്ലോ. സുരേഷ് ഗോപി എടുത്തോട്ട് നമ്മൾ പ്രതികരണം ആരാഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണ്. കേന്ദ്രമന്ത്രിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. തൃശ്ശൂരിൽ നിന്നും എലക്ട് ചെയ്ത ഒരു കേന്ദ്രമന്ത്രിയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു സാമാന്യ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അത് അനുകൂലമായോ പ്രതികൂലമായോ അദ്ദേഹത്തിന് പ്രതികരിക്കാം. നോക്കൂ വിജയകുമാർ, ഇത് മാധ്യമപ്രവർത്തകരുടെ തീറ്റയാണ്, നിങ്ങൾ കാശുണ്ടാക്കൂ എന്നൊക്കെ അങ്ങ് തള്ളുകയാണ്. ഇതൊരു പറയുന്നത് കേന്ദ്രമന്ത്രിയാണ് വിജയകുമാർ. അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഒരു സമയം, ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തിൻ്റെ പഴയ സിനിമാ ജീവിതത്തിലേക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രി പദവിയിൽ നിന്ന് മാറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പ്രതികരണം ആ മട്ടിലായിരുന്നു. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മലയാള സിനിമയെ ആകെ പിടിച്ചുലയ്ക്കുന്ന വലിയ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണ്. മലയാള സിനിമയിൽ മോശം അനുഭവം നേരിട്ട വനിതാ പ്രവർത്തകർ ആകെ രംഗത്ത് വന്ന് അവരുടെ ദുരിത ജീവിതത്തെ പറ്റി പറയുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ അതിനോട് അനുകമ്പ കാട്ടിയില്ലെങ്കിൽ, അതിനൊപ്പം നിന്നില്ലെങ്കിൽ പോലും അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അങ്ങനെ അവരുടെ ദുരിത ജീവിതത്തെ പറ്റി പറയാൻ അതിന് വേദി ഒരുക്കുന്ന മാധ്യമങ്ങളോട്, മാധ്യമപ്രവർത്തകരോടാണ് ഈ മട്ടിൽ ക്ഷുഭിതനായി അദ്ദേഹം പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായിരിക്കാം, അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് നന്ദി കാണിക്കേണ്ടത് ഈ നിലയിൽ. ഈ ആരോപണം, ഇതൊക്കെ വെറും ആരോപണം, കോടതി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോടതിയിലേക്ക് ഒരു വിഷയം എത്തുന്നത് എങ്ങനെയാണ്? ആരോപണങ്ങളിലൂടെ, പോലീസ് കേസുകളിലൂടെ ഒക്കെയാണ് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ നേരെ ഒരാൾ കോടതിയിൽ പോയി ഒരു പരാതി കൊടുത്ത് കോടതിയല്ല തീരുമാനമെടുക്കും. കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് നിരവധി പ്രോസസ്സുകൾ ഉണ്ട് എന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. ആ പ്രോസസ്സിൽ ഒന്നാണ് ആരോപണം പൊതുവേദിയിൽ ഉന്നയിക്കുക എന്നത്. വെറും ആരോപണമല്ല, മലയാള സിനിമയിൽ ഒരു വനിതാ പ്രവർത്തകർ നേരിട്ട ക്രൂരമായ വേട്ടയാടലുകളെ പറ്റിയാണ് ആ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ പുറത്തു പറഞ്ഞത്. അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കേണ്ടത് പോലീസാണ്. അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലെന്താണ് അഭിപ്രായം എന്നൊരു കേന്ദ്രമന്ത്രിയോട് ചോദിക്കുമ്പോൾ കേന്ദ്രമന്ത്രി ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ്, മാധ്യമങ്ങൾ ആടുകളെ ഇടിച്ച് ചോര കുടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മലയാള സിനിമയിൽ വലിയ മാറ്റം വേണമെന്ന് ചലച്ചിത്ര പ്രവർത്തകരാകെ പറയുന്നു. മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട മുതിർന്ന പ്രവർത്തകരാകെ അതിന് അനുകൂലമായി നിൽക്കുന്നു. ചലച്ചിത്ര സംഘടനകളിൽ നിന്നൊക്കെ വലിയ അഭിപ്രായം ഈ നിലയിൽ ആർജവത്തോടെ പുറത്ത് കാര്യങ്ങൾ പറയാൻ വന്ന വനിതാ പ്രവർത്തകർക്കൊപ്പം അവർക്ക് വലിയ പിന്തുണ നൽകുന്നു. ഒരു വിഭാഗം മാത്രമാണ് മറിച്ചു മാറി നിൽക്കുന്നത്. അവർ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ്. നമുക്കറിയാം, ഒരു യോഗം ചേരാൻ കഴിയാത്ത തരത്തിൽ അഭിനേതാക്കളുടെ സംഘടനയിൽ വലിയ ഭിന്നതയാണ്. ഇതുവരെ പ്രതികരിക്കാതിരുന്ന ഫെഫ്ക പോലെയുള്ള സംഘടനകൾ ഇതിൽ നടപടി വേണമെന്ന് അവർക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇതിൽ ഒരു സാമൂഹിക സമ്മർദ്ദം ഈ ചലച്ചിത്ര മേഖലയിൽ അതിശക്തമായി നിൽക്കുമ്പോഴാണ്, അതിന് അനുകൂലമായി നിന്നില്ലെങ്കിൽ പോലും അത്തരത്തിൽ റദ്ദു ചെയ്യുന്ന കേന്ദ്രമന്ത്രിയുടെ സമീപനം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഹിസ്റ്റോറിക് മൊമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് മൊമെന്റോ എന്ത് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ദീർഘകാലമായി നിലനിന്ന ചില അനഭിലഷണീയമായ, ചില മനുഷ്യവേട്ടത്തപരമായ ചില പ്രവണതകളെ അത് ക്ലീൻ ചെയ്ത് അതിനെ വൃത്തിയാക്കാനുള്ള ഒരു പ്രോസസ്സിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടക്കമിടുമ്പോഴാണ് അതിൻ്റെ ഒക്കെ കൂമ്പടക്കുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം അങ്ങേയറ്റം കഷ്ടമാണ്. അതിനോട് സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജനാധിപത്യത്തോട്, അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് ഒക്കെ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ കാണിക്കുന്ന സമീപനത്തോട് സുരേഷ് ഗോപി നിരുപാധികം മാപ്പ് പറയലാണ് യഥാർത്ഥത്തിൽ വേണ്ട. അദ്ദേഹം ചെയ്യുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുകയായിരുന്നു. അത് കാത്തു നിൽക്കാനുള്ള കാരണം സുരേഷ് ഗോപി തൊട്ട് മുൻപ് പറഞ്ഞതിനെ BJP സംസ്ഥാന അധ്യക്ഷൻ തള്ളുകയാണ്. നമുക്കറിയാവുന്നത് BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി, തൃശ്ശൂരെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. BJP നേതൃത്വം ഒന്നടങ്കം അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചവരാണ്. BJPക്കാരനാണ്, BJPയുടെ നേതാവാണ്. ഇവിടെ 3ാം നരേന്ദ്രമോദി സർക്കാരിലെ BJPയുടെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷ നിലപാടിനെക്കുറിച്ച് പ്രതികരണം ആരായാനാണ് അവിടെ പോയത്. അതിനോട് അങ്ങേയറ്റം പ്രതിലോമകരമായ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇടിച്ചു തള്ളിക്കളയും എന്ന അദ്ദേഹത്തിൻ്റെ പഴയ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പണ്ടത്തെ സിനിമയിൽ കാണിച്ചിരുന്ന നായക പരിവേഷത്തിൽ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ എന്ന വണ്ണം പെരുമാറുന്ന ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് കേരളം അത്ഭുതം കൂറുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.
മിസ്റ്റർ എന്താണ് പറയാനുള്ളത്? BJP അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. യാതൊരു നിലപാടും ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സൗകര്യം മാത്രമല്ല ഏറ്റവും ഒടുവിൽ സൗകര്യമില്ല എന്നുകൂടി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ പഴയകാല രഞ്ജിപ്പണിക്കർ ഡയലോഗിലുള്ള സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളാണത്. പക്ഷേ രഞ്ജിപ്പണിക്കർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ആ ഡയലോഗുകൾ വളരെ ഭംഗിയായി. പക്ഷേ ഡയലോഗില്ലാതെ രഞ്ജിപ്പണിക്കരുടെ ഡയലോഗില്ലാതെ സുരേഷ് ഗോപിയുടെ പ്രകടനം അങ്ങേയറ്റം പരിഹാസ്യമാണ് എന്ന് പറയുന്നത് ദൗർഭാഗ്യകരവുമാണ്.